إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل وأن الله هو العلي الكبير. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അവനെ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കണേ എന്ന് ആദ്യമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചാൽ അതിന്റെ പര്യവസാനം വേദനാജനകമായ നരകശിക്ഷയായിരിക്കുമെന്ന് ആമുഖമായി ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്നും നാം നോക്കുമ്പോൾ കാണുന്ന ഒന്നാമത്തെ ആകാശം, ഒന്നാം വാനം, അതിന് താഴെ 10 ലക്ഷം സൂപ്പർ ക്ലസ്റ്ററുകളാണുള്ളത്. അതിലൊന്നാണ് ലൈനാക്കിയ എന്ന് പറയുന്നൊരു ഏരിയ. അതിലെ ഒരു കൂട്ടം ആണ് വിർഗോ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒരുപാട് കൂട്ടങ്ങളുണ്ട്, അതിലൊന്നാണ് വിർഗോ ക്ലസ്റ്റർ. അതിൽ 54 ഗാലക്സികളുണ്ട്. അതിലൊന്നാണ് 54 ഗാലക്സികളിലെ ഒന്നാണ് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഏരിയ. ആ മിൽക്കി വേയില് ഒന്ന് മാത്രമാണ് ഓറിയോൺ ആം. ഓറിയോൺ ആം എന്ന് പറയുന്ന അതിലെ 10,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്നാണ് സൂര്യൻ. ആ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൂമി. ആ ഭൂമിയിലുള്ള താമസക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആമുഖമായി ഇത് പറഞ്ഞത്. ആ ഭൂമിയിലെ 200-ലധികം വരുന്ന രാഷ്ട്രങ്ങളിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തെ കൊച്ചു നാട്ടിലെ നിസ്സാരന്മാരായ ആളുകൾ, ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒന്നാം ആകാശത്തിന് താഴെയുള്ളതാണ്, അതിൻ്റെ അപ്പുറത്ത് കണ്ടുപിടിക്കപ്പെടാത്ത 7 ആകാശങ്ങൾ, ആ 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള അജയ്യനായ സൃഷ്ടാവായ അള്ളാഹുവിന്റെ അടിമകൾ. ആ അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധം, ദൂരം എത്രയാണ്? ആ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ എത്ര നിസ്സാരന്മാരാണ്, എത്രമാത്രം കീഴൊതുങ്ങണം? ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ അംഗീകരിക്കുക, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. സമ്പൂർണമായി അംഗീകരിക്കുക. ആ രക്ഷിതാവ് പറഞ്ഞ ആ റബ്ബ്, ഇത്രയും ഉന്നതനായ, ഇത്രയും കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ വാക്കുകൾ നിസ്സാരന്മാരായ നമ്മൾ അംഗീകരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യുക. അതാണ് ബുദ്ധി. അതിനെ ധിക്കരിക്കുക എന്നുള്ളത്
മഹാവിഡിത്തമാണ് എന്ന് തിരിച്ചറിയാം. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച രക്ഷിതാവിനെ ആരാധിക്കണം, റബ്ബിനെ ആരാധിക്കണം. ഇന്ന മതത്തിന്റെ, ഇന്ന വിഭാഗത്തിന്റെ, ഇന്ന ജാതിയുടെ, ഇന്ന നാടിന്റെ രക്ഷിതാവല്ല, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിച്ചാൽ മതി. യാതൊരു ജാതി മത വ്യത്യാസവുമില്ലാതെ, വർഗീയതയില്ലാതെ, വേർതിരിവില്ലാത്ത ഒറ്റ പോയിന്റ് ഏത് മനുഷ്യനും അംഗീകരിക്കാൻ പറ്റുന്ന. അതുകൊണ്ട് അള്ളാഹു സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്തിൽ വിളിച്ചത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നാണ് വിളിച്ചത്. മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് നമ്മൾ പണം കൊടുക്കേണ്ടതില്ല. നിങ്ങളെ സൃഷ്ടിച്ചതിന് പകരമായിക്കൊണ്ട് നിങ്ങൾ അധ്വാനിച്ച പണം എനിക്ക് തരണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല നമ്മളോട്. നമ്മുടെ വീടിന്റെയോ സ്ഥാപനങ്ങളുടെ ആധാരം വേണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഒന്നും അള്ളാഹുവിന് വേണ്ട. നമ്മുടെ ഇബാദത്താണ് അള്ളാഹുവിന് വേണ്ടത്. നമ്മൾ ഇബാദത്ത് ചെയ്താൽ മാത്രം മതി. അല്പസമയം ഒന്ന് മാറ്റി വെച്ചാൽ മതി. നന്ദികേട് കാണിക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാൽ മാത്രം മതി. അവന് സമ്പൂർണ്ണമായി സമർപ്പിച്ചാൽ മതി. ഇതാണ് ഇസ്ലാമിന്റെ അടിത്തറ, അതായത് തൗഹീദ് എന്നുള്ളത്. പണ്ഡിതന്മാർ ഇതിനെ പഠനത്തിനും സൗകര്യത്തിനും വേണ്ടി 3ആയി വിഭജിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ? തൗഹീദുർ റുബൂബിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. റുബൂബിയ്യത്ത് എന്താണെന്ന് നമുക്കറിയാം. സൃഷ്ടിപ്പും പരിപാലനവും അത് അള്ളാഹു മാത്രമാണ്. അതിൽ യാതൊരു പങ്കാളിയും ഇല്ല എന്ന് സമ്പൂർണ്ണമായും അംഗീകരിക്കാം. അത് മിക്ക ആളുകളും അംഗീകരിക്കുന്നതാണ്, മുസ്ലിങ്ങളല്ലാത്തവരും പലപ്പോഴും അംഗീകരിക്കുന്നത്. റുബൂബിയ്യത്ത് എന്ന പദം വരുന്നത് റബ്ബിൽ നിന്നാണ്. റബ്ബ്, സംരക്ഷകൻ, പരിപാലകൻ. ആ റബ്ബ് എന്നുള്ള പദം വരുന്ന റബ്ബ എന്നുള്ള അറബി പദത്തിൽ നിന്ന്. റബ്ബ എന്ന് പറഞ്ഞാൽ വളർത്തിയെന്ന്. സാധാരണ വളർത്തലല്ല, പടിപടിയായി ഘട്ടം ഘട്ടമായി ഓരോ ചുവടും നോക്കി പരിപാലിച്ച് ശ്രദ്ധയോടുകൂടി പരിപാലിക്കുന്നതിനാണ് റബ്ബ എന്നുള്ള പദം ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ റബ്ബായത്. അങ്ങനെയാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നത്. നമ്മുടെ ഗർഭപാത്രം മുതൽ നമ്മെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോഴും നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത്. അപ്പൊ റബ്ബാണ് നമ്മുടെ റബ്ബ്. റബ്ബെ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, എന്റെ റബ്ബെ. അതാണ് റബ്ബ് എന്നുള്ള പദം. അതാണ് റുബൂബിയത്തി. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണ്. ഇത് മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. റബ്ബ് എല്ലാം സംരക്ഷിക്കുന്നതും സൃഷ്ടിച്ചതൊക്കെ അള്ളാഹുവാണ്. അതുകൊണ്ട് അത് മാത്രം അംഗീകരിച്ച ഒരാൾ പൂർണ്ണമായ വിശ്വാസിയാവുകയില്ല. ഇതൊക്കെ ആരാന്ന് ചോദിച്ചാലേ, അവരോട് ചോദിച്ചാൽ മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയൊക്കെ സൃഷ്ടിച്ചതാണ് ആരാണ് എന്നവരോട് ചോദിച്ചാൽ. അതേപോലെ വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതും കീഴ്പ്പെടുത്തിയതുമെല്ലാം ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്. ആര്? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പറയുമെന്നാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കണം ഫഅന്നാ യുഫ്തകൂൻ, എന്നിട്ടും അവർ എങ്ങനെയാണ് തെറ്റിപ്പോയത്? അതുകൊണ്ട് അത് മാത്രം അംഗീകരിച്ചാൽ മുസ്ലിം ആവുകയില്ല, സമ്പൂർണ്ണ വിശ്വാസിയാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതോടൊപ്പം ആരാധനകൾ സമ്പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് അസ്മാഇ വസ്സിഫാത്ത്, അല്ലെ? തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെല്ലാം സമ്പൂർണ്ണമായി അവന് മാത്രമുള്ളതാണ്. അതിൽ മറ്റാർക്കും പങ്കില്ല എന്ന് സമ്പൂർണ്ണമായും അംഗീകരിക്കലാണ്. അതിൽ പങ്ക് ചേർക്കാതിരിക്കലാണ്, പങ്ക് വിശ്വസിക്കാതിരിക്കലാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിന് അന്യൂനമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതിന് യാതൊരു ന്യൂനതയുമില്ല, യാതൊരു പോരായ്മയും ഇല്ലാത്ത പേരുകളാണ്. അള്ളാഹുവിന് മാത്രമുള്ള ചില വിശേഷണങ്ങളുണ്ട്, അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആ വിശേഷണങ്ങൾ മറ്റാർക്കും യോജിക്കുകയില്ല. സമ്പൂർണ്ണമായും അള്ളാഹുവിന്റെ മാത്രമുള്ള ചില സിഫത്തുകളുണ്ട്, ചില ഇസ്മുകളുണ്ട്. അതാണ് അസ്മാ വസ്സിഫാത്ത്. അത് അള്ളാഹുവിന് മാത്രം യോജിച്ചാൽ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല, ഒന്നും. ഇന്ന് പലരും പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അതുപോലെ അള്ളാഹുവിനെ പോലെ എന്ന് പറയുന്നുണ്ട്. കടുത്ത ശിർക്കും കുഫ്റുമാണ്. ലൈസ കമിസ്ലിഹി ശൈഉൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. വഹുവ സമീഉൽ ബസീർ, അവൻ സമീഉം ബസീറുമാണ്. എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും കണ്ടറിയുന്നവനുമാണ് എന്ന് പറയുന്നു. അള്ളാഹു എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹുവിന് പേരുകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് അനന്തമായ പേരുകളുണ്ട്, കോടിക്കണക്കിന് പേരുകൾ, എണ്ണിയാൽ തീരാത്തത്രയും പേരുകളുണ്ട്. ചില ആളുകൾ വിചാരിച്ചത് അള്ളാഹുവിന് 99 പേരുകളാണുള്ളത് എന്ന്. അള്ളാഹുവിന് 99 പേരുകളുണ്ട്, പക്ഷെ അതിൽ പരിമിതമല്ല. അള്ളാഹുവിന് അനന്തമായ പേരുകളുണ്ട്, എണ്ണിയാൽ തീരാത്ത അത്രയും പേരുകളാണുള്ളത്. അതിൽ 99 പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ നാമങ്ങളാണ് എന്ന് മാത്രം. അത് ഇഹ്സാ ചെയ്താൽ, അത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള 99 പേരുകളുണ്ട്. അതിനർത്ഥം അള്ളാഹുവിന് 99 നാമങ്ങളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കരുത് നമ്മൾ. അള്ളാഹുവിന് അനന്തമായ പേരുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അതാണ് മറ്റൊന്ന്. മൂന്നാമത്തേത് തൗഹീദുൽ ഉലൂഹിയത്താണ്.
ആരാധനയിൽ അള്ളാഹുവിന് പങ്കു ചേർക്കാതിരിക്കുക, ആരാധനയുടെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം സമ്പൂർണ്ണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയാവട്ടെ, സഹായാർത്ഥനയാവട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കലാവട്ടെ, പ്രതീക്ഷയാവട്ടെ, അള്ളാഹുവിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഭയമാവട്ടെ, അല്ലെ, സാധാരണ മനുഷ്യരിൽ നിന്നല്ലാത്തൊരു ഭയം, അത് അള്ളാഹുവിനോടാണ് നമുക്കുണ്ടാവേണ്ടത്. നമ്മുടെ നേർച്ചകളാവട്ടെ, നമ്മുടെ ബലികളാവട്ടെ, നമ്മുടെ സത്യം ചെയ്യൽ, നമ്മൾ തവക്കുൽ ചെയ്യുന്നത്, ഇങ്ങനെ ആരാധനയുടെ എന്തെല്ലാം ഇനങ്ങളുണ്ടോ, ഇബാദത്തിന്റെ എല്ലാം, അത് അള്ളാഹുവിന് മാത്രമായിരിക്കാം. അസാധാരണമായുള്ള എല്ലാം, അസാധാരണമായുള്ള പ്രതീക്ഷ. ഒരാളിൽ നിന്ന് നമ്മൾ 10 രൂപ കടം ചോദിക്കുമ്പോൾ നമുക്കത് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്, അത് സാധാരണ പ്രതീക്ഷയാണ്. അതിനപ്പുറത്ത് മനുഷ്യർക്ക് കഴിയാത്ത, സൃഷ്ടികൾക്ക് കഴിയാത്ത ഒരു പ്രതീക്ഷയുണ്ട്. അത് എവിടുന്നേ പറ്റുള്ളൂ? അള്ളാഹിന്റെ അടുത്ത് നിന്ന്. അതൊരു ജാറത്ത് പോയി, അതൊരു മഹാന്റെ അടുത്ത് പോകുമ്പോൾ, അത് മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കൾ എന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരാളടുത്ത് പോകുമ്പോൾ അപ്പോഴാണ് ശിർക്ക് വരുന്നത്. അതെല്ലാം ആരാധനയുടെ എല്ലാ ഇനങ്ങൾക്കും അർഹൻ അള്ളാഹു മാത്രമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, മറ്റൊരാളും അതിന് അർഹരല്ല എന്നർത്ഥം. അതിന് അർഹരായ മറ്റൊരാളുമില്ല. എത്ര ഉന്നതനാണെങ്കിലും ആരാധനക്ക് അർഹനല്ല. അതാണ് ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നതിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത് ആ ശ്രേഷ്ഠകരമായ വചനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഈമാന് 70-ൽ പരം ശാഖകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെ, ഈമാൻ 70-ൽ പരം ശാഖകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും ശ്രേഷ്ഠമായത്, ഫളിലുള്ളത്, അഫ്ളലായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വചനം. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനത് പഠിക്കണം. അതിന്റെ ഷർത്തുകൾ, അതിന്റെ റുക്നുകൾ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഉൾക്കൊണ്ടാൽ മറ്റൊന്നും നമുക്ക് പ്രശ്നമല്ല സഹോദരങ്ങളെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടാൽ മനുഷ്യന് ഭയപ്പെടേണ്ടതില്ല. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഭയമില്ല, ദുഃഖിക്കേണ്ടതില്ല. അലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ താക്കോൽ എന്നുള്ളത് മനസ്സിലാക്കുക. സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചതായി കാണാൻ പറ്റും. സത്യമായത് അള്ളാഹു മാത്രമാണ്, ഹഖ്. മറ്റെല്ലാം അള്ളാഹുവിന് പുറമെ ആരെല്ലാം എന്തിനെയെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നോ അതെല്ലാം ബാത്തിലാണ്. ذلك بأن الله هو الحق وأن ما يدعون من دونه الباطل. അള്ളാഹുവാണ് ഹക്കായിട്ട്. അള്ളാഹുവിനെ പുറമെ വിളിച്ച് ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരെല്ലാം അതെല്ലാം ബാത്തിലാണ് എന്ന് അള്ളാഹു സൂറത്തുൽ ലുഖ്മാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണാൻ പറ്റും. വഅന്നല്ലാഹ ഹുവൽ അലിയ്യുൽ കബീർ, അള്ളാഹു ഏറ്റവും ഉന്നതനും വലിയവനുമാകുന്നു. അല്ലെ, അള്ളാഹു എന്ന പദത്തിന്റെ അർത്ഥം, ഇലാഹ് എന്ന പദത്തിന്റെ അർത്ഥം, ഇലാഹ് എന്നുള്ള പദത്തിൽ നിന്നാണ് അള്ളാഹു എന്നുള്ള പദം ഉണ്ടായത്. ആ ഇലാഹ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവ് എന്നല്ല അർത്ഥം, സംരക്ഷകൻ എന്നല്ല, നേരെ മറിച്ച് ആരാധ്യൻ എന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ് എന്നാണ്. അതായത് ആരാധനകൾക്ക് അർഹനായി ആരുണ്ടോ അവൻ മാത്രം. എന്തെല്ലാം ആരാധനകൾ അർഹനായി ആരാണോ ഉള്ളത് അത് മാത്രം. അതായത് അള്ളാഹു ഒറ്റയാള് മാത്രമേ ഉള്ളൂ, ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു. ആ അള്ളാഹുവിന് അങ്ങനെ ഒരാൾ ആരാധ്യനാവണമെങ്കിൽ, പലരെയും ആരാധിക്കുന്നവരുണ്ട്. പാമ്പ് മുതൽ പശുവിനെ വരെ ആരാധിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യരെ ആരാധിക്കുന്നവർ, കല്ല്, ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും മരിച്ചു പോയ ആളുകളെ വരെ ആരാധിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകൾ ഉണ്ടാവണം. ആ യോഗ്യത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലെ, ഒരാളോട് പ്രാർത്ഥിക്കണം, ഒരാളെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാം കേൾക്കുന്നവരാണോ? ഒരാളോട് ചോദിച്ചാൽ കേൾക്കണ്ടേ? ആ യോഗ്യത ആർക്കാണുള്ളത്? എല്ലാം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്? അള്ളാഹു അല്ലാതെ എല്ലാം കേൾക്കുന്നവനുണ്ടാവും, പക്ഷേ എല്ലാം കേൾക്കണം. അതേപോലെ കേട്ടാൽ മാത്രം പോരാ, ഉത്തരം ചെയ്യണം. കേട്ടാൽ അതിന് മറുപടി കിട്ടണം, അതിന് പരിഹാരം കിട്ടണം. അത് എവിടുന്നേ കിട്ടുള്ളൂ? അള്ളാഹിന്റെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഭാഷകൾ അറിയണം. ലോകത്തുള്ള 100 കണക്കിന് ഭാഷകൾ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇലാഹാകാൻ അർഹതയുള്ളൂ. കാരണം വ്യത്യസ്ത ഭാഷകളിലാണ് പലരും ചോദിക്കാം. ഒരേ സമയം കേൾക്കാൻ കഴിയണം. ഒരു സമയത്ത് നമ്മോട് 2 ആൾ ഒപ്പം വർത്താനം പറഞ്ഞാൽ നമ്മൾ പറയും, എനിക്ക് ഒരാൾ പറയട്ടെ, അത് കഴിഞ്ഞ് 2 എണ്ണം അങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. ലോകത്ത് ആയിരക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് സംസാരിച്ചാൽ, ഒരുമിച്ച് ആവലാദികൾ പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഇലാഹാകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ അള്ളാഹു മാത്രമേ ഉള്ളൂ. മാത്രമല്ല, സ്വന്തമായി കഴിവുണ്ടാവണം. നമുക്കാർക്കെങ്കിലും സ്വന്തമായിട്ട് കഴിവുണ്ടാവും? നമ്മൾ ഈ ഇരുന്ന ഇരിപ്പിൽ ഇവിടെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കഴിവ് വേണം നമുക്ക്. അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് സ്വന്തം കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. വേറെ ലോകത്ത് ഒരാൾക്കും സ്വന്തമായി കഴിവില്ല. മലക്കുകൾക്കില്ല, പ്രവാചകന്മാർക്കില്ല, നബിമാർക്കില്ല. സ്വന്തമായി കഴിവില്ല. അതുകൊണ്ട് സ്വന്തമായി കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ഉടമ അവകാശം വേണം നമുക്ക്.
അള്ളാഹുവിനാണ് എല്ലാത്തിന്റെയും ഉടമാവകാശം. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് പറഞ്ഞു ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർദ്, ആകാശവും ഭൂമിയും ഒക്കെ അവന്റേതാണ്. വമാ ബൈനഹുമ, അതിന്റെ ഇടയിലുള്ളത് എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് എല്ലാം ഉള്ളത്. അങ്ങനെ ഉടമസ്ഥതപ്പെടുത്തിയവൻ അള്ളാഹു മാത്രമാണ്. അത്തരം ഒരാൾക്ക് മാത്രമേ ഇലാഹാകാൻ പറ്റുള്ളൂ. അധികാരം വേണം, എല്ലാത്തിന്റെയും അധികാരം വേണം, മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇലാഹാകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളത് അള്ളാഹു മാത്രമാണ് സഹോദരങ്ങളെ. ചില ആളുകൾക്ക് പലതിനും പല ദൈവങ്ങളാണ് അല്ലെ. വനദേവത, സൂര്യദേവത, കടൽ ദേവത എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനും ചില സൂര്യദേവൻ, ഇങ്ങനെ പലതിനും പല ദൈവങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം സൃഷ്ടിച്ചവനെ സമ്പൂർണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒറ്റ ഇലാഹിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അതാണ് മുസ്ലിം എന്ന പേര്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ, സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുക. നമ്മൾ എത്ര നിസ്സാരന്മാരാണ് അല്ലെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രപഞ്ചത്തിന്റെ വിശാലമായൊരു തലം ആലോചിച്ച് നോക്കി. ഭൂമിയിൽ നിന്നും അല്ലെ, ഭൂമി ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, അതിലൊന്ന് മാത്രമാണ് ഭൂമി. അവിടെ നിന്ന് അങ്ങോട്ട് വിശാലമായി പോയി എത്രയോ വിശാലമായി കിടക്കുന്ന അതിവലിയ ഒരു ലോകത്തിലെ വലിയൊരു പ്രപഞ്ചത്തിലെ എത്ര നിസ്സാരന്മാരാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദുർബലന്മാരാണ്. അള്ളാഹുവാണ് ശക്തൻ. ആ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. ചോദിക്കാൻ മടിയാണ് പലർക്കും, ചോദിക്കാൻ സമയമില്ല എന്ന് പറയാം ചിലർക്ക്. അള്ളാഹിനോട് ആത്മാർത്ഥമായി ചോദിക്കണം. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോവല്ല ചെയ്യേണ്ടത്, അള്ളാഹിനോട് പ്രാർത്ഥിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹിനോട് ചോദിക്കാം. കാരണം അള്ളാഹു പറഞ്ഞതാണ് വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു. ഖുർആൻ പറയാം, നമ്മോട് നേരിട്ട് പറയുന്നത് പോലെ നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട്. വേറെ അങ്ങോട്ടും പോണ്ട. ജാറങ്ങളിലേക്കോ പുണ്യ മരങ്ങളിലേക്കോ പുണ്യ പുഷ്പങ്ങളിലേക്കോ പുണ്യ കേന്ദ്രങ്ങളിലേക്കോ ഔലിയാക്കളുടെ അടുത്തേക്കോ സ്വാമിമാരുടെ അടുത്തേക്കോ ഏതെങ്കിലും മനുഷ്യരുടെ അടുത്തേക്കോ ഒന്നും പോണ്ട. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചു, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹുവിന്റെ വാക്കാണ്. പിന്നെ മറ്റുള്ളവരോട് എന്തിനു ചോദിക്കണം സഹോദരങ്ങളെ അല്ലെ. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം. പക്ഷെ അതൊന്നും അതിര് കടക്കാൻ പാടില്ല. ചില ആളുകൾക്ക് ബഹുമാനം നൽകേണ്ടതുണ്ട്. ഉന്നതരായ ആളുകൾ ഉണ്ടാവും, ശ്രേഷ്ഠരായ ആളുകൾ ഉണ്ടാവും. പക്ഷേ ആ ആദരവ് അതിര് കവിഞ്ഞാൽ അത് ആരാധനയിലേക്ക് എത്തിപ്പെടും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ ആദരിച്ച് അതിര് വിട്ടു. അത് അപകടങ്ങളിലേക്ക് എത്തി. പരിശുദ്ധ ഖുർആൻ അതിനെ തിരുത്തി കൃത്യമായി പഠിപ്പിച്ചു. അതുപോലെ അതിര് വിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അമിതമായി നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടുണ്ട്. ഖബറിനെ പുറത്താക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാക്കിയതിന്റെ കാരണങ്ങളിൽ ചിലർ പറയുന്നത് പുറത്താക്കാൻ ആരാധനാ കേന്ദ്രമായി മാറാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ട് ആരാധനയിലേക്ക് എത്തിപ്പെടുന്നതിന്. സഹോദരങ്ങളെ, മുസ്ലിം വിഭാഗത്തിൽ പോലും പലരും പലതിനോടും പ്രാർത്ഥിക്കുന്നവർ അല്ലെ. മറ്റുള്ളവരൊന്നും പറയണ്ട, മുസ്ലിം വിഭാഗത്തിൽ, മുസ്ലിം സമുദായത്തിൽ പോലും പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഖബറുകളിൽ ഇന്ന് ഉത്സവങ്ങളാണ്. ഖബറുകളിൽ എന്തെല്ലാം തോന്നിയാസങ്ങളും എന്തെല്ലാം ആഘോഷങ്ങളുമാണ് നടക്കുന്നത്. ഖബറുകൾ കേന്ദ്രീകരിച്ച് ശിർക്കിന്റെ കേന്ദ്രങ്ങളായി ഇന്ന് മാറി. ഒന്ന് ആലോചിച്ച് നോക്കി, മക്കയും മദീനയും ഒക്കെ അങ്ങനെ ആകുമായിരുന്നെങ്കിൽ, ആഘോഷങ്ങളാകുമായിരുന്നെങ്കിൽ, അവിടെ ഒരു നേർച്ചപ്പെട്ടി വെക്കുമായിരുന്നെങ്കിൽ എത്ര കോടികളായിരിക്കും വരുമാനം. ഒന്ന് ചിന്തിച്ചു നോക്കും സഹോദരങ്ങളെ. ഇല്ല, ഇന്ന് വരെ ഒരു 10 പൈസ പോലും ഈ ഒരു ചൂഷണത്തിന്റെ പേരിൽ സമ്പാദിച്ചിട്ടില്ല. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു നേർച്ചപ്പെട്ടി വെക്കുന്ന സംവിധാനം, അത് ആഘോഷമാക്കി വെക്കുന്ന സംവിധാനം ഇസ്ലാമിൽ ഇല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹു ഇതുവരെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥന ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൽ പലരോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച ആളുകൾ ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുകയാണ്. എന്തിനധികം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിക്കുന്ന ആളുകൾ, തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ പല പാട്ടിന്റെ രൂപത്തിൽ ചൊല്ലിപ്പറയുന്നത്, ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം തന്നെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതിലേക്ക് ജനങ്ങൾ എത്തിക്കുകയാണ്. അതിനുവേണ്ടി പടപൊരുതിയിട്ടുണ്ട്, അതിനുവേണ്ടി ബദ്ർ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്വഹാബത്തിന്റെ തലകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടമായിട്ടുണ്ട്. എന്തിനു വേണ്ടി? അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, ആരാധിക്കണം എന്ന് പറയാൻ. അതേ സമുദായത്തിലെ ആളുകൾ അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അതേ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥ ഇന്ന് നമ്മൾ കാണുന്നു സഹോദരങ്ങളെ. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഇതിന് തിരുത്തണം, നമ്മൾ പഠിക്കണം. ഇത് ചെറിയൊരു വിഷയമാണെന്ന് നമുക്ക് തോന്നിയേക്കാം.
നമ്മൾ തിരുത്തണം, മാറണം, ചിന്തിക്കണം. പുതിയ തലമുറക്ക് ഒരു പക്ഷേ ഇത്തരം ആഴങ്ങളിലുള്ള വിഷയങ്ങൾ പഠിക്കാൻ സമയമുണ്ടാവുകയില്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി വരുന്ന ഒരു തലമുറ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന നല്ലൊരു തലമുറയായി വളരണമെങ്കിൽ നമ്മൾ അടിസ്ഥാനം പഠിപ്പിച്ചു കൊടുക്കണം. ദീനിന്റെ അടിസ്ഥാനം പഠിപ്പിക്കാതെ മറ്റെന്ത് പഠിപ്പിച്ചിടും യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അടിത്തറ നമ്മൾ ശക്തമാക്കണം. അടിത്തറ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ അതിൽ മറ്റുള്ളത് കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങൾ, തൗഹീദ് നമ്മുടെ സമുദായത്തിനും പുതിയ തലമുറക്കും കുട്ടികൾക്കും കുടുംബത്തിനും പകർന്നു കൊടുക്കാൻ സാധിക്കണം. പലപ്പോഴും വീട്ടിലുള്ള സ്ത്രീകൾ ഇത്തരം പള്ളികളിലേക്ക് വരാനോ അല്ലെങ്കിൽ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാനോ താല്പര്യം കാണിക്കാതെ വീട്ടിലെങ്ങനെ ഒതുങ്ങിക്കൂടും. പുരുഷന്മാർ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വിജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെടും. അതുകൊണ്ട് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. തൗഹീദ് ആദ്യം ഉമ്മമാർക്ക് ഉറക്കണം, എന്നാലേ മക്കളിലേക്ക് അതിങ്ങനെ കൈമാറി പോവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും പഴയതെന്ന് തോന്നുന്ന എന്നാൽ എപ്പോഴും പുതിയതായി നിൽക്കേണ്ട ഒരു വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് എന്നുള്ളത്. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവന് സ്വർഗം കിട്ടുന്ന, അതെങ്ങനെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ജീവിക്കണം. എത്ര പ്രതിസന്ധികൾ കടന്നു വന്നാലും അള്ളാഹുവിനെ വിട്ട് മറ്റൊരിടത്തേക്കും പോകാത്ത വിധം ഉറച്ച ഈമാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ആ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ മാത്രമേ മരണത്തിന്റെ സമയത്ത് മനോഹരമായ ഏറ്റവും ഉന്നതമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മുടെ ചുണ്ടുകളിലൂടെ പുറത്തു വരുള്ളൂ. അത് വന്നാൽ രക്ഷപ്പെട്ടു, അത് വന്നാൽ സ്വർഗം നമുക്ക് ഉറപ്പായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം. ശിർക്കിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ വരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം, അതിനുള്ള പഠനങ്ങൾ ഉണ്ടാവണം. അടിത്തറ ശരിയാക്കി ആത്മാർത്ഥമായി പഠിക്കുമ്പോഴാണ് ഈമാൻ ഉറക്കുന്നത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കും. അതിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വല്ലല്ലാഹു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി മുത്തഖികളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ 5ാമത്തെ സുപ്രധാനമായ ഒരു സ്തംഭമാണ് ഹജ്ജ് എന്നുള്ളത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ് ഹജ്ജ്. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ള പുണ്യ നാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ പുണ്യ നാട്ടിലേക്ക് പോകാൻ നമ്മൾ പലപ്പോഴും കൊതിക്കാറുണ്ട്. ആ കഅബ നേരിട്ടൊന്ന് കാണാൻ നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. ഏറ്റവും പുണ്യകരമായ ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് കൊതിയുണ്ടാവണം. ഈ ഒരു സമയത്ത് ഇത് പറയാനുള്ള കാരണം 2027 ഹജ്ജിന്റെ അപേക്ഷയുടെ സമയമാണ്. ഇപ്പോൾ ജൂലൈ 20 ഈ മാസം 20-ാം തീയതിയാണ് അവസാന സമയം. അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അത് അപേക്ഷിക്കുന്ന ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കണം. കാരണം അപേക്ഷ നൽകി ചില തെറ്റുകളും അബദ്ധങ്ങളൊക്കെ സംഭവിച്ച് ഒരുപാട് പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ട് എന്ന് ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ട്രെയിനർമാരായിട്ടുള്ള പരിശീലനം ലഭിച്ച ഹജ്ജുമായി ബന്ധപ്പെട്ട ആളുകളെ അവർ മുഖേന തന്നെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് മൂലം ഒരുപാട് പ്രയാസങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്ന് ഈ ഒരു അവസരത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താം. നമ്മുടെ വലിയൊരു ആഗ്രഹം ആവണം ഹജ്ജ് എന്നുള്ളത്. എത്ര പണം ഇല്ല എങ്കിലും നമുക്കതൊരു സ്വപ്നമായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, അള്ളാഹു നമുക്ക് എത്തിച്ചു തരും. ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്തിച്ചു തരും. ചില ആളുകളുടെ ധാരണ ഒരുപാട് മക്കളെ കെട്ടിക്കാനുണ്ട്, വീട് വെക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. എല്ലാം കഴിഞ്ഞിട്ട് കുറേ പൈസ ഇങ്ങനെ ബാക്കി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിലാണ് ഹജ്ജ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പൈസ ഉണ്ടാവില്ല, അങ്ങനെ നടക്കൂല. അത് നമ്മൾ സ്വപ്നമായി ഒരുങ്ങിയാൽ അള്ളാഹു നമ്മെ അവിടെ എത്തിക്കും. പക്ഷെ ആ ഒരു ആഗ്രഹമാണ് വേണ്ടത്, അതിനുള്ള പ്രയത്നം. എത്ര ആളുകളുണ്ട് അറിയാം, പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ച് ഒരുക്കി വെച്ച് പയ്യെ പയ്യെ പണം ഉണ്ടാക്കി. അതൊരു കൊതിയാണ്.
അതുപോലെ കൊതിച്ചാൽ കഴിയുന്ന എത്രയോ പണക്കാരുണ്ട്. ഹജ്ജിനെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യാത്ത എത്രയോ മുസ്ലിങ്ങളുണ്ട്. വലിയ അപകടമാണ്. കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കണം, കടുത്ത ശിക്ഷയാണ്, കുറ്റമുള്ള കാര്യമാണ്. നമുക്കതിന് പ്രയത്നിക്കണം, ആത്മാർത്ഥമായി ശ്രമിച്ചു തുടങ്ങണം. എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജാവാം എന്നുള്ള, അല്ലെങ്കിൽ കുറച്ച് പ്രായമാവട്ടെ എന്നിട്ട് ചെയ്യാം എന്ന ധാരണയൊക്കെ തെറ്റാണ്. ഏത് ചെറിയ പ്രായത്തിലും ചെയ്യാം. പ്രായമാകുമ്പോൾ നമ്മൾ ഉണ്ടാവും, നമുക്ക് വല്ല ഉറപ്പുണ്ടാവും ഒരു 50 അങ്ങോട്ട് കഴിയട്ടെ, അല്ലെങ്കിൽ ഒരു 60 കഴിയട്ടെ എന്നിട്ട് ഹജ്ജ് ചെയ്യാം, ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാ തെറ്റുകളും പുറത്തുനിന്ന് അങ്ങനെ പോവാം. അങ്ങനെ ഒരു ധാരണ വയസ്സന്മാർക്കുള്ളതാണ് ഹജ്ജ് എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. എത്ര ചെറിയ പ്രായത്തിലും നമ്മൾ കൊതിക്കണം, ആഗ്രഹിക്കണം, ശ്രമിക്കണം എന്നാണ്. അങ്ങനെ അവിടെ പോയി കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്ക ഹൃദയവുമായി തിരിച്ചു വന്ന് സ്വർഗം ഉറപ്പാക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ്. വലിയ ഒരു സ്വപ്നമായി നമുക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റണം. ഹജ്ജ്, ഉംറ ഇതൊക്കെ അതിന്റെ പ്രതിഫലം അറിഞ്ഞ് മനസ്സിലാക്കി ആത്മാർത്ഥമായി ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹുവിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വലിയ കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാൻ വരുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഹജ്ജിന്റെ പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഉംറയുടെ കൂലിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും, നമ്മുടെ വീട്ടിൽ നിന്നും, നമ്മുടെ പള്ളിയിൽ നിന്നും ചെയ്യാൻ പറ്റുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഹജ്ജ് ചെയ്ത കൂലി നമുക്ക് സമ്പാദിക്കാൻ പറ്റും. പക്ഷെ ഹജ്ജിന്റെ കടം വിടൂല എന്ന് മാത്രം. ഹജ്ജിന്റെ കടം വിടണമെങ്കിൽ ഹജ്ജ് തന്നെ ചെയ്യാം. ഇതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ 1/3 എന്ന് നമുക്കറിയാം. ഖുർആനിന്റെ 1/3 തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം അവന് കിട്ടി. പക്ഷേ ഖുർആൻ മുഴുവൻ ഓതിയവനെ പോലെ അവൻ ആവുകയില്ല. ആ കൂലി നമുക്ക് കിട്ടും. അതേപോലെ വലിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ പുണ്യങ്ങൾ കിട്ടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. അതൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് ചെയ്താൽ നമുക്ക് ഒരുപാട് സമ്പാദിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മുടെ അക്കൗണ്ടിൽ എത്ര സംഖ്യ ഉണ്ട് എന്നുള്ള പരലോകത്തെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ ഒരുപാട് രഹസ്യമായ സമ്പാദ്യം. ആരും അറിയില്ല തോന്നും. ആരും അറിയാതെ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടാൻ നമുക്ക് പറ്റണം. ആ നാളെ നമുക്ക് ഉപകാരപ്പെടും. എന്തെങ്കിലും വലിയ പ്രതിസന്ധി വരുമ്പോൾ അള്ളാഹിനോട് പറയാൻ നമുക്ക് ഉണ്ടാവും, പടച്ചോനെ ആ ഒരു പ്രതിസന്ധി സമയത്ത് ഞാൻ ചെയ്തു കൂട്ടിയ ചില നന്മകളുണ്ട്, അത് മുഖേന എന്നെ രക്ഷപ്പെടുത്തണേ നമുക്ക് പറയാൻ എന്തെങ്കിലും ഒന്ന് വേണം. വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അള്ളാഹിനോട് പറയാൻ പറ്റണം. അങ്ങനെയുള്ള നന്മകൾ ചെയ്തു കൂട്ടാൻ നമ്മൾ പരിശ്രമിക്കുക. ഹജ്ജിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക. വലിയൊരു പുണ്യകർമ്മമാണ്. അത് നമ്മുടെ ഒരു സ്വപ്നമാക്കി കൊണ്ടു നടക്കുക. ആത്മാർത്ഥമായി പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. ഇത് ആഗ്രഹിക്കുന്ന ആളുകൾ കൃത്യസമയത്ത് തന്നെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ പുണ്യനാട്, നമ്മൾ കൊതിക്കുന്ന ആ നാട് കാണാനുള്ളൊരു സൗഭാഗ്യം, ഹജ്ജ് ചെയ്യാനുള്ളൊരു സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒരുപാട് പ്രവാചകന്മാരുടെയും കാൽപ്പാടുകൾ പതിഞ്ഞ, ഒരുപാട് ചരിത്രം ഒളിഞ്ഞിരിക്കുന്ന മനോഹരമായ നാട്ടിലെത്താനും ഹജ്ജ് ചെയ്യാനും അവിടെ ചെന്ന് പുണ്യങ്ങൾ വാരിക്കൂട്ടാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം പുണ്യങ്ങൾ ചെയ്യാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അബദ്ധത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ തിന്മകളും പാപങ്ങളും അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും പ്രിയപ്പെട്ട ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين.